കോഴിക്കോട് അരീക്കാട് സ്റ്റീൽ കോംപ്ലക്സ് സമീപം മരം വീണു. പാലക്കാട് ദേശീയപാതയിലേക്കാണ് മരം വീണത്. പക്ഷേ ഈ അപകടത്തിൽ ആർക്കും പരിക്കില്ല എന്നത് ആശ്വാസകരമാണ്. രാഹുൽ കെ വി ഉണ്ട്. രാഹുൽ, രാത്രിയിലാണല്ലേ? ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ രാത്രിയാണെന്ന് തോന്നുന്നു. ദേശീയപാതയാണ്, എപ്പോഴും വാഹനങ്ങളും ആളുകളുമുള്ള പാത. ആ റോഡ് പൂർണ്ണമായും ബ്ലോക്ക് ചെയ്യുന്ന തരത്തിൽ വലിയ മരമാണ് വീണത്. രതീഷ്, പുലർച്ചെയാണ് 2:30 ഈ മരം ദേശീയപാതയിലേക്ക് വീണത്. അതായത് ആ മരം വീഴുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകുന്നുണ്ട്, മരം വീഴുന്നതിന് തൊട്ട് മുൻപ് തന്നെ വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട്. ഇരുചക്ര വാഹനമടക്കം പോകുന്നുണ്ട്. മരത്തിനടിയിൽ ആരും ഉണ്ടായിട്ടില്ല എന്നത് വലിയ ആശ്വാസം. ആർക്കും പരിക്കില്ലാത്തതാണ് ഏറ്റവും മഹാഭാഗ്യം എന്ന് പറയുന്നത്. പിന്നീട് ഏതായാലും ഫയർഫോഴ്സ് എത്തി ആ മരം മുറിച്ച് നിൽക്കി ഗതാഗതം പുനഃസ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. കോഴിക്കോട് നിന്ന് പാലക്കാടേക്ക് പോകുന്ന പ്രധാന ദേശീയപാതയാണ്. ഇപ്പോഴും തിരക്കുണ്ടാകുന്ന സമയമാണ്. അപ്പോൾ ഈ മഴക്കാലത്തിന് മുൻപ് തന്നെ അപകട ഭീഷണിയിലുള്ള മരങ്ങൾ പാതയോരങ്ങളിലുള്ളതൊക്കെ മുറിച്ചു നീക്കണം എന്നാണ് പൊതുവെയുള്ള തീരുമാനങ്ങളും നിർദ്ദേശങ്ങളുമൊക്കെ ഉണ്ടാവാറ്. എന്തായാലും ഈ മരം അപകട ഭീഷണി ഇല്ലാത്തതാണെന്ന് വിലയിരുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണോ എന്നറിയില്ല. അവിടെയുള്ളൊരു കൂറ്റൻ തണൽ മരമാണ് ഏതായാലും ദേശീയപാതയിലേക്ക് വീഴുകയും ചെയ്തത്. കുറച്ച് അധികം സമയം ഗതാഗതം അവിടെ തടസ്സപ്പെട്ട് നിൽക്കുകയും ചെയ്തു. പക്ഷേ അത്ര തിരക്കുള്ള സമയമല്ല, ഈ പുലർച്ചയൊക്കെ ആയതുകൊണ്ട് വാഹനങ്ങളുടെ തിരക്ക് കുറവായിരുന്നു എന്നതാണ്. ഏതായാലും അഗ്നിരക്ഷാസേനയൊക്കെ തന്നെ എത്തി ആ മരം ഏതായാലും പൂർണ്ണമായും മുറിച്ച് വഴിയരികിലേക്ക് മാറ്റിയിട്ടുണ്ട്. രതീഷ് ആവർത്തിച്ച് പറയുന്നു, ആർക്കും പരിക്കില്ല, ആരും അതിൻ്റെ അടിയിൽ ആയിപ്പോയിട്ടില്ല എന്നത് തന്നെയാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം എന്ന് പറയുന്നത്. 2:30 ഇങ്ങനെ ഈ മരം വീണുള്ള അപകടമുണ്ടായി. വലിയൊരു ദുരന്തത്തിന് വഴിവെച്ചേക്കാവുന്ന സംഭവമായിരുന്നു. ഭാഗ്യത്തിന് ആരും വിട്ടില്ല, വാഹനങ്ങളൊന്നും മരത്തിനടിയിൽപ്പെട്ടില്ല. കൂറ്റൻ മരമാണ് വീണത്. നിരവധി മരങ്ങൾ അപകടകരമായി ദേശീയപാതയോരത്തും നമ്മുടെ പ്രധാനപ്പെട്ട നഗരങ്ങളിലുമൊക്കെ ഇപ്പോൾ നഗര സൗന്ദര്യവൽക്കരണം എന്ന പേരിലൊക്കെ നേരത്തെ നട്ട മരങ്ങൾ, അവയിൽ പലതും ഉറപ്പില്ലാത്ത ചില്ലകളും മറ്റുമുള്ള മരങ്ങളാണ്. പക്ഷേ വലിയ മരങ്ങളാണ് തിരുവനന്തപുരം നഗരത്തിൽ ഉൾപ്പെടെ. അങ്ങനെ വീഴാൻ സാധ്യതയുള്ള നിരവധി മരങ്ങൾ വിവിധ നഗരങ്ങളിലുണ്ട്, ഇതുപോലെ ദേശീയപാതയോരത്തുണ്ട്. അത്തരം അപകടമാണ് ഉണ്ടാകുന്നത്. താമരശ്ശേരി ചുരത്തിലും മരം വീണുകൊണ്ടിരുന്ന ഒരു സംഭവം ഉണ്ടായി. ഓടിക്കൊണ്ടിരുന്ന കാറിന് മുകളിലേക്കാണ് താമരശ്ശേരി ചുരത്തിൽ മരം വീണത്. 6-7 വളവുകൾക്കിടയിലായിരുന്നു ഈ സംഭവം. കാറിലുണ്ടായിരുന്ന യാത്രക്കാരെ ഉടൻ തന്നെ സമീപത്തെ ആശുപത്രിയിലേക്ക് മാറ്റി. ഫയർഫോഴ്സും ചുരം സന്നദ്ധ പ്രവർത്തകരും ചേർന്ന മരം പിന്നീട് മുറിച്ചു മാറ്റി. റോഡ് ബ്ലോക്കൊക്കെ കഴിഞ്ഞു നിന്ന വാഹനത്തിന്